കേരളത്തിലെ പിണറായി നയിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരത്തിൻ്റെ പ്രതിഫലനമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അത് നിലവിലുള്ള സ്റ്റാറ്റസ് കോ അനുസരിച്ചുള്ള വിജയമായിരുന്നുവെങ്കിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. അവിടെയും UDF എല്ലായിടത്തും വോട്ട് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കിയാലും അവിടെ എല്ലാം വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് UDF. തോറ്റെടുത്ത് പോലും UDFൻ്റെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ചേലക്കരയിൽ. ഇവിടെ LDFൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ് UDF. ഇത് കൃത്യമായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് തന്നെയാണ്. എന്തൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കിയത്? ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളും അവർ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളുമുണ്ട്. ഇപ്പം ജനങ്ങൾ ആരോടൊപ്പാകുന്നത് കൃത്യമായി നമുക്കറിയുന്നതല്ലേ. അവിടെ ഉയർത്തിയ പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ സർക്കാരിൻ്റെ ദുർഭരണം അത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ നടത്തിയ അവഹേളനമുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ ഏറ്റവും വലിയ കൊള്ള, അതിനെ പരോക്ഷമായി ന്യായീകരിച്ചതിനുള്ള മറുപടി ഉണ്ട്. എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷനുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നതിനായിട്ട് എന്തൊക്കെയായിരുന്നു അതിൻ്റെ പുകല്. ഇലക്ഷൻ ഡേറ്റിൽ പോലും സ്ഥാനാർത്ഥി പറഞ്ഞത് അതിനെതിരായിട്ടുള്ള വിധിയായിരിക്കും വരാൻ വേണ്ടി പോകുന്നതാണ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഇത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി ഒരു ദിശയിലോട്ട് പോവുകയാണ്. ഈ സർക്കാർ എങ്ങനെയെങ്കിലും താഴെ പോകണം. അത്രയേറെ മടുത്തു ഈ സർക്കാരിൽ നിന്ന് ജനങ്ങൾ. അതിനെതിരായിട്ടുള്ള ഏറ്റവും നല്ല വിധിയെഴുത്താണ് ഈ വിധിയെഴുത്ത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് മറ്റ് ഒരു കാര്യം, സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ വോട്ട് വാങ്ങാമെന്നുള്ള ചിന്തയുമായി വരുന്ന BJPക്ക് ഏറ്റ കനത്ത പ്രഹരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങൾ ആലോചിക്കണം, അവരാദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല തീരുമാനിച്ചു, പിന്നീട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ച് കണ്ടെത്താൻ അവർ നടത്തിയ ശ്രമം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. കേരള സമൂഹത്തിന് മുമ്പിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. അത്തരം പ്രീണന നയങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്നവരല്ല കേരള ജനത എന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് BJPയുടെ ഏറ്റവും വലിയ ആശയപരമായ പാപ്പരത്വം തുറന്നു കാണിക്കുന്ന ഒരു വിധി കൂടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ തെരഞ്ഞെടുപ്പ് ഇനി ബൈ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നില്ല കേരളത്തിൽ, നിയമസഭാ ബൈ ഇലക്ഷൻ. ഈ ലാസ്റ്റ് ബൈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ വളരെ കൃത്യമാണ്, ജനങ്ങളുടെ മനസ്സ് ക്ലിയറായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്. CPM എന്ത് മലക്കം മറിഞ്ഞാലും ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല കേരളത്തിൽ. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ. അവരുടെ കോട്ടകൊത്തരങ്ങളിൽ പോലും അവർക്ക് വോട്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനർത്ഥം ഈ സർക്കാർ അവരുടെ പാർട്ടി അണികളെ പോലും തൃപ്തിപ്പെടുത്തുന്ന സർക്കാരല്ല എന്ന് ഞങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയാണെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 2026 കൃത്യമായ ചൂണ്ടുപലകയാണ് എന്നുള്ളതിന് സംശയമില്ല. അതിനകത്ത് പിണറായി വിജയൻ സർക്കാരിന് ഇനി ഭൂരിപക്ഷം നിയമസഭയിലുള്ളതുകൊണ്ട് തുടരാം, പക്ഷേ ജനങ്ങൾ നിങ്ങളെ തിരസ്കരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലാസ്റ്റ് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്.